فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. 36-ാമത്തെ ആയത്താണ് സൂറത്തുൽ ബഖറയിലെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഈ ആയത്തുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫഅസല്ലഹുമ അപ്പോൾ ഈ പറഞ്ഞതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു. എന്നതിന് മുൻപുള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞത് ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ ഹൈഥു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ഇതാണ് അവരോട് കൽപ്പിച്ച കാര്യം. നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിൽ വസിച്ചു കൊള്ളുക, ഇഷ്ടമുള്ളിടത്ത് ഭക്ഷിച്ചു കൊള്ളുക, ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കാൻ പാടില്ല. എത്ര കാലം പിന്നീട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വാവും സ്വർഗത്തിൽ കഴിഞ്ഞു. ചില ആസാറുകളിൽ വന്നത് കാണാം, അവർ അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം മാത്രമാണ് സ്വർഗത്തിൽ ഉണ്ടായിരുന്നത്. അത് പിന്നീട് ചിലർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു അത് സുദീർഘമായ സമയമാണ്, കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ദിവസം എന്ന് പറഞ്ഞാൽ ഇത്ര സമയമുണ്ട്. അങ്ങനെ വിശദീകരിച്ച ആളുകളുണ്ട്. പക്ഷെ അതൊന്നും വ്യക്തമായി സ്ഥിരപ്പെടുത്തുന്ന തെളിവുകളില്ല. അത് അറിയുന്നതിലാകട്ടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അമൽ ഇല്ലതാണ്, എത്ര സമയം അവർ താമസിച്ചു എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചില ആസാറുകൾ വന്നിട്ടുണ്ട്. അള്ളാഹു പറയും ഫഅസല്ലഹുമ, പിന്നീട് അപ്പോൾ അസല്ലഹുമ. രണ്ട് ഖിറാഅത്ത് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ മുസ്ഹഫിലുള്ളത് ഭൂരിപക്ഷത്തിന്റെ ഖിറാഅത്താണ് ഫഅസല്ലഹുമ. രണ്ടാമത്തെ ഖിറാഅത്ത് ഫഅസാലഹുമ. ഒന്ന് ഫഅസല്ലഹുമ, മറ്റൊന്ന് ഫഅസാലഹുമ. അങ്ങനെ രണ്ട് ഖിറാഅത്തുകളാണ്, രണ്ടും സ്ഥിരപ്പെട്ട ഖിറാഅത്തുകളാണ്. ഒന്ന് ഫഅസല്ലഹുമ എന്നതാണ് ബഹുഭൂരിപക്ഷത്തിന്റെ ഖിറാഅത്ത്. അസാലഹുമ എന്നത് ഖാരിഇങ്ങളിൽ ഒരാളുടെ ഖിറാഅത്താണ്. ഫഅസല്ലഹുമ ശൈത്താനു, ഫഅസല്ലഹുമ, അസല്ല എന്ന് പറഞ്ഞാൽ അവരെ സല്ലത്തിൽ വീഴ്ത്തി കളഞ്ഞു. സല്ലത്ത് എന്ന് പറഞ്ഞാൽ അബദ്ധം, തിന്മ, തെറ്റ്, പാപം. ഫഅസല്ല അപ്പോൾ തിന്മയിൽ വീഴ്ത്തി കളഞ്ഞു. ഫഅസല്ലഹുമ അവരെ രണ്ടുപേരെയും തിന്മയിൽ വീഴ്ത്തി. ആര് വീഴ്ത്തി? ശൈത്താനു, ശൈത്താൻ അവരെ രണ്ടുപേരെയും തിന്മയിൽ വീഴ്ത്തി കളഞ്ഞു. ഫഅസല്ലഹുമ ശൈത്താനു അൻഹ, അൻഹ ചിലർ പറഞ്ഞു അനിൽ ജന്ന, ചിലർ പറഞ്ഞു അനി ത്വാഅ. ഫഅസല്ലഹുമ ശൈത്താനു അൻഹ, പിശാച് അവരെ തിന്മയിൽ വീഴ്ത്തി. അൻഹ എങ്ങനെ? അതിൽ നിന്ന്, ഏതിൽ നിന്ന്? അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് അകറ്റിക്കൊണ്ട് പിശാച് അവരെ തിന്മയിൽ വീഴ്ത്തി എന്നൊരർത്ഥം. വേറെ തഫ്സീർ അതിനുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഫഅസല്ലഹുമ ശൈത്താനു അൻഹ ഫഅഖ്റജഹുമ, ഫഅഖ്റജ, ഖറജ പുറത്തുപോയി, അഖ്റജ പുറത്താക്കി, ഫഅഖ്റജ എന്നിട്ട് അവൻ പുറത്താക്കുകയും ചെയ്തു. ഫഅഖ്റജഹുമ അവരെ രണ്ടുപേരെയും പുറത്താക്കി. ഫഅഖ്റജഹുമ മിമ്മാ കാന ഫീഹി, ഫഅഖ്റജഹുമ അവരെ രണ്ടുപേരെയും പിശാച് പുറത്താക്കി. മിമ്മ, മിൻ മാന, ഒരു കാര്യത്തിൽ നിന്ന്. ആ കാര്യം എന്തായിരുന്നു? കാന ഫീഹി, കാന അവർ രണ്ടുപേരും ആയിരുന്നു, ഫീഹി അതിലായിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും ഏതൊരു കാര്യത്തിലായിരുന്നോ അതിൽ നിന്ന് പിശാച് അവരെ പുറത്താക്കുകയും ചെയ്തു. മനസ്സിലായില്ല എനിക്ക് അർത്ഥം? മനസ്സിലാത്തവരുണ്ടാ? ഫഅസല്ലഹുമ പിശാച് അവരെ വീഴ്ത്തിക്കളഞ്ഞു, അബദ്ധത്തിൽ വീഴ്ത്തിക്കളഞ്ഞു. ശൈത്താനു അൻഹ അയ് അനിൽ മഅസിയ, അഫ്വൻ അനി ത്വാഅ, അല്ലാഹുവിനെ അനുസരിക്കുക എന്നതിൽ നിന്ന് മാറ്റിയിട്ട് അവരെ പിശാച് ഏതിൽ വീഴ്ത്തിക്കളഞ്ഞു? സല്ലത്തിൽ വീഴ്ത്തി. സല്ലത്തിന് ഉദാഹരണത്തിന് കാല് തെന്നി പോകുന്നതിന് സല്ലത്തുൽ ഖദം എന്ന് പറയും.
കാല് തെന്നി പോന്നേ. പിശാച് അവരെ തിന്മയിൽ വീഴ്ത്തി, അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിൽ നിന്ന് മാറ്റിയിട്ട് അവരെ തിന്മയിൽ വീഴ്ത്തി. വഖറജഹും അവരെ രണ്ടുപേരും പുറത്താക്കി, മിമ്മ ഒരു കാര്യത്തിൽ നിന്ന്, കാന അവർ രണ്ടുപേരും ആയിരുന്നു, ഫീഹി ഐ ഫീ മിമ്മ എന്നുള്ളതിലേക്കാണ് തിരിച്ചു പോകുന്നത്. അവരെന്തൊരു കാര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഷാജ് അവരെ പുറത്താക്കി. എന്ത് കാര്യത്തിൽ അവരുണ്ടായിരുന്നത്? സ്വർഗത്തിൽ അതിന്റെ നിഅമത്തുകളിലായിരുന്നു. ആ നിഅമത്തുകളിൽ നിന്ന് അവർ ഏതൊരു അനുഗ്രഹത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഷാജ് അവരെ പുറത്താക്കുകയും ചെയ്തു. വഖുൽനാ ഇഹ്ബിതു ബഅദുകും ലിബഅദിൻ അദു. വഖുൽനാ നാം പറയുകയും ചെയ്തു, നാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്തു. വഖുൽനാ ഇഹ്ബിതു, ഇഹ്ബിതു എന്നത് ഏതായിരിക്കും മാദി? ഹബത. ഇഹ്ബിതു, ഹബത എന്ന് പറഞ്ഞാൽ മുകളിൽ താഴത്തേട്ട് വരുന്നതിനാണ് ഹബത്ത എന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതേ വാക്കുണ്ട് അല്ലെ, തൊട്ടടുത്ത് കുറച്ച് ശേഷം വീണ്ടും ഇതേ വാക്ക് വന്നിട്ടുണ്ട്. ഇഹ്ബിതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴോട്ട് പോകുക അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക, അതാണ് ഹബത്ത എന്ന് പറഞ്ഞത്. കേവലം പുറത്തു പോകുന്നതിനല്ല ഹബത്ത എന്ന് പറയുക. പിന്നെ നിങ്ങൾ താഴോട്ട് ഇറങ്ങി പോവാനാണ് ഹബത്ത എന്ന് പറയുക. ഹബത്ത എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങുന്നതിന്. ഇഹ്ബിതു നിങ്ങൾ താഴോട്ട് ഇറങ്ങി പോവുക. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് ചില ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞേക്കണം, സ്വർഗം മുകളിലാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. കാരണം അതുകൊണ്ടാണ് ഇഹ്ബിതു എന്ന് പറഞ്ഞത്. ഹുബൂത്ത് എപ്പോഴും ഉണ്ടാവുക മിനൽ അഅല ഇലൽ അസ്ഫൽ, മുകളിൽ നിന്ന് താഴത്തോട്ട് പോകുന്നതിന് ഹബത്ത എന്നറിയുള്ളൂ. അപ്പൊ ഇഹ്ബിതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴത്തോട്ട് ഇറങ്ങിപ്പോവുക എന്ന്. فقلنا اهبطوا منها فقلنا اهبطوا بعضكم لبعض عدو. നിങ്ങൾ പുറത്തിറങ്ങി പോകേണ്ടത് എങ്ങനെയാണ്? ബഅദുക്കും, ബഅദ് ഒരു ഭാഗം, അല്ലെങ്കിൽ ആൾക്കാരാണെങ്കിൽ ചിലർ. ബഅദു ഷൈ എന്ന് പറഞ്ഞാൽ ബഅദുൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബിന്റെ ചില ഭാഗം. ബഅദുൻ നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ചിലർ. ബഅദുക്കും നിങ്ങളിൽ ചിലർ, ബഅദുക്കും ലിബഅദിൻ നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്കാണ് എന്താണ്? അദു, ശത്രുവാണ്. നിങ്ങൾ എങ്ങനെ ഇറങ്ങിപ്പോകേണ്ടത്? നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ബഅദുക്കും ലിബഅദിൻ അദു, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ശത്രുക്കളാകുന്ന വിധത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. വലക്കും ഫിൽ അർദി മുസ്തഖർ, വലക്കും നിങ്ങൾക്കുണ്ടായിരിക്കും, വലക്കും ഫിൽ അർദ് നിങ്ങൾക്ക് ഭൂമിയിൽ ഉണ്ടായിരിക്കും, മുസ്തഖർ ഇസ്തഖറ എന്ന് വന്നാണ് മുസ്തഖർ. ഇസ്തഖറ എന്ന ഒരു സ്ഥലത്ത് പിന്നെ ഒതുങ്ങി നിൽക്കുന്നതിന്, അടങ്ങി നിൽക്കുന്നതിന്, ഒരു സ്ഥലത്ത് ഒത്തുചേരുന്നതിനൊക്കെയാണ് ഇസ്തഖറ എന്നറിയാം. ഇസ്തഖറ, മുസ്തഖിർ, മുസ്തഖർ. മുസ്തഖർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്തിഖറാറോടുകൂടി നിങ്ങൾക്ക് താമസിക്കാനുള്ള വാസസ്ഥലം, കഴിഞ്ഞുകൂടാനുള്ള സ്ഥലം, നിങ്ങൾക്ക് സൗകര്യത്തോടെ ജീവിക്കാനുള്ള സ്ഥലമുണ്ട്. വലക്കും ഫിൽ അർദി മുസ്തഖർ, നിങ്ങൾക്ക് താമസ സ്ഥലമായി എവിടെയുണ്ട്? നിങ്ങൾക്ക് ഭൂമിയുണ്ട്, ഭൂമിയിൽ നിങ്ങൾക്ക് മുസ്തഖറുണ്ട്. ഇസ്തിഖറാർ അതാണ് ഒരാൾ സമാധാനത്തോടെയും സ്വസ്ഥതയോടും കൂടി ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടുന്നതിനാണ് ഇസ്തഖറ എന്നറിയാം, ഒരു ഉറപ്പോടുകൂടി നിൽക്കുന്നതിന്. നിങ്ങൾക്ക് ഭൂമിയിൽ വാസസ്ഥലമുണ്ട്, നിങ്ങളുടെ ഇസ്തിഖറാർ എവിടെയാണ്? ഭൂമിയിലാണ്. വലക്കും ഫിൽ അർദി മുസ്തഖർ, നിങ്ങൾക്ക് ഭൂമിയിൽ മുസ്തഖറുണ്ട്. മഫ്ഊൽ വസ്നാണ് അത് ശരിക്ക്. ഇസ്തഖറ, ഇസ്തഖിറു, മുസ്തഖിർ, മുസ്തഖർ. പക്ഷെ നമുക്ക് പഠിക്കരുത്, ഇതിൽ മറ്റേ വസ്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഭൂമിയിൽ വാസസ്ഥലമുണ്ട്, നിങ്ങൾക്ക് ഭൂമിയിൽ വാസസ്ഥലമുണ്ട്. വലക്കും ഫിൽ അർദി, ഇവിടെ ഇരുന്നോളൂ, ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇരിക്കണ്ട. വലക്കും ഫിൽ അർദി മുസ്തഖറുൻ, നിങ്ങൾക്ക് ഭൂമിയിൽ വാസസ്ഥലമുണ്ട്. വമതാഉൻ, വിഭവമുണ്ട്. നിങ്ങൾക്ക് ഭൂമിയിൽ വിഭവമുണ്ട്. എത്ര കാലത്തേക്ക്? ഇലാ ഹീൻ, ഇലാ ഹീൻ. ഹീൻ എന്നാണ് ഒരു സമയം വരെ. അൽഹീൻ എന്ന് പറഞ്ഞാൽ പൊതുവെ നിങ്ങൾ കേൾക്കില്ല, അൽഹീൻ ഇപ്പോൾ. അൽഫ്ലാം വന്നാല് യൗം എന്ന് പറഞ്ഞാൽ എന്താ?
ദിവസം. അലിയോം ഇന്ന ദിവസം. ഉസ്ബൂ ആഴ്ച. അൽ ഉസ്ബൂ ഈ ആഴ്ച. അപ്പൊ ആയത്തിന്റെ വാക്കർത്ഥങ്ങൾ കിട്ടിയില്ല എനിക്ക്. فأزلهم الشيطان عنها فأخرجهم مما كان فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. അപ്പൊ നിങ്ങൾക്ക് ഭൂമിയിൽ വാസസ്ഥലമുണ്ട്. ജല്ലത്തിന് അബദ്ധത്തിന് പറയുന്നത് പണ്ഡിതന്മാർ പറയും ജല്ലത്തുൽ ആലിം ജല്ലത്തു ആലം. പണ്ഡിതന്മാർക്ക് സംഭവിക്കുന്ന അബദ്ധം ലോകത്തിന് ഒന്നാകെ സംഭവിക്കുന്ന അബദ്ധം പോലെയാണ്. കാരണം ഇയാളെ കൊണ്ട് ധാരാളം ആൾക്കാർ പഴക്കും. ജല്ലത്തു ആലിം ജല്ലത്തു ആലം. ഒരു ആലിമിന്റെ അബദ്ധം ലോകത്തിന്റെ അബദ്ധമാണ്. എന്നാൽ അയാളെ കൊണ്ട് ധാരാളം ആൾക്കാരൊക്കെ അബദ്ധത്തിലേക്ക് പോകും. ജല്ലത്ത് തന്നെ അബദ്ധത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് പറയുന്നത്. പിശാച് അവരെ അബദ്ധത്തിൽ വീഴ്ത്തിക്കളഞ്ഞു, തിന്മയിൽ വീഴ്ത്തിക്കളഞ്ഞു. അതിന്റെ തഫ്സീറിലുള്ളത് അവരെ രണ്ടുപേരെയും എന്താ വീണു, വീഴ്ത്തി. വീഴ്ത്തി. നസല അൻസല പോലെയാണ്. അവരെ രണ്ടുപേരെയും വീഴ്ത്തി. അശ്ശൈത്താനു പിശാച് അവരെ രണ്ടുപേരെയും വീഴ്ത്തി. ഫിൽ ഖതീഅതി പാപത്തിൽ, തെറ്റിൽ വീഴ്ത്തി. ബിഅൻ വസ്വസ ലഹുമാ എങ്ങനെയാണ് പിശാച് അവരെ അബദ്ധത്തിൽ വീഴ്ത്തിയത്? ബിഅൻ വസ്വസ ലഹുമാ അതിന്റെ രൂപം അവർക്ക് വസ്വാസിലാക്കി. ബിഅൻ വസ്വസ ലഹുമാ അവരെ രണ്ടുപേരെയും വസ്വാസിലാക്കി. ഹത്താ അകലാ മിനശ് ശജറ അങ്ങനെ ആ വസ്വാസ് ഏതുവരെ തുടർന്നു? ഹത്താ വരെ, അകല അവർ ഭക്ഷിക്കുന്നത് വരെ. മിനശ് ശജറത്തി ആ വൃക്ഷത്തിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നത് വരെ പിശാച് അവരെ വസ്വാസിലാക്കി. അതായത് അവരുടെ വസ്വാസ് കൊണ്ട് അവസാനം അവർ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു. فتسبب في إخراجهما من الجنة ونعيمها فتسبب അതോടുകൂടി കാരണമായി തീർന്നു. ആര് കാരണമായി? പിശാച് കാരണമായി തീർന്നു. ഫി ഇഖ്റാജിഹിമ അവരെ പുറത്താക്കുന്നതിൽ, മിനൽ ജന്നതി വനഈമിഹ സ്വർഗത്തിൽ നിന്നും അതിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും അവരെ പുറത്താക്കുന്നതിന് പിശാച് കാരണമായി തീർന്നു. നോക്കുക, തഫ്സീർ സൂക്ഷ്മമായ തഫ്സീറാണ്. കാരണം ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഫഅഖ്റജഹുമ എന്ന്, പിശാച് അവരെ പുറത്താക്കിയെന്നാണ്. അതായത് പിശാചാണ് അവരോട് പറഞ്ഞത് പുറത്തു വയ്ക്കുന്നു? അല്ല, അള്ളാഹു ആണ് അവരെ പുറത്താക്കിയത്. പക്ഷെ അള്ളാഹു പുറത്താക്കാനുള്ള കാരണമായതാരാണ്? ശൈത്താനാണ്. അതുകൊണ്ട് ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു കാര്യത്തിന് കാരണക്കാരനായാൽ അവനാണ് അത് ചെയ്തത് എന്ന് പറയും. ഒരു മനുഷ്യൻ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കാരണക്കാരനായി തീർന്നാൽ അവനാണ് അത് ചെയ്തത് എന്ന് പറയുന്നത് പോലെയാണ്. ഇവിടെ പിശാച് കാരണമാവുകയാണ് ചെയ്തത്. അപ്പൊ അവൻ പുറത്താക്കി എന്നാണ് അള്ളാഹു പറഞ്ഞത്. കാരണം അള്ളാഹുവിനോടുള്ള അദബിൽപ്പെട്ടതാണ് റബ്ബിലേക്ക് അത് ചേർത്തി പറയാതിരിക്കാന്നുള്ളത്. കാരണം ഇവനെ കാരണമാണ് ഇവർ പുറത്തായത്. അപ്പൊ അതിന്റെ അർത്ഥം നോക്കൂ, തഫ്സീർ നോക്കൂ. അവർക്ക് കാരണക്കാരനായി പിശാച്. വഖാല അല്ലാഹു ലഹും അള്ളാഹു അവരോട് പറഞ്ഞു, ഇഹ്ബിതു ഇലൽ അർദ് നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവുക. മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ആദ്യമായി ഇറങ്ങിപ്പോകാനുള്ള ഈ കൽപ്പനയിൽ അവർ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല എന്ന് ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള ചിലർ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഇഹ്ബിതു സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങാനാണ്. തൊട്ടടുത്ത പേജിൽ എന്താ ഉള്ളത്? വഖുൽനാ ഇഹ്ബിതു മിൻഹാ ജമീഅ. രണ്ടാമത്തെ ഇഹ്ബിതു ഭൂമിയിലേക്ക് പോകാനുള്ളത്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു രണ്ട് ഇഹ്ബിതു എന്നത് രണ്ട് തവണയുണ്ട്. ഒന്നാമത്തേത് സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ളതാണ്. രണ്ടാമത്തേത് ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പോകാനുള്ളതാണ്. തൊട്ട് അടുത്ത ആയത്തിൽ കാണാൻ, തൊട്ടടുത്ത പേജിൽ ആയത്ത് അടുത്ത പേജ് തുടങ്ങുന്നത് എങ്ങനെയല്ലേ? ഖുൽനാ ഇഹ്ബിതു മിൻഹാ ജമീഅ. അപ്പൊ അത് ഭൂമിയിലേക്കുള്ള പോക്കാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ളതാണ് എന്ന് ഇബ്നുൽ ഖയ്യിം ഇദ്ദേഹം വേർതിരിച്ചതായി കാണാം. ഇഹ്ബിതു ഇലൽ അർദ് നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവുക. തഫ്സീറിലുള്ളത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകാനാണ്. പൊതുവെ മുഫസ്സിരീങ്ങളിലൊക്കെ ഖൗൽ അതാണുള്ളത്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞത് ഇത് രണ്ടും രണ്ട് സന്ദർഭമാണ് എന്നാണ്.
അല്ലാഹു അലം അതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. യുആദി ബഅദുക്കും ബഅദൻ, യുആദി യുആദി ആദ അങ്ങനെയുള്ള ഫിഅലുകൾ ഫാഅല വസ്ൻ എന്ന് പറയും. ഫാഅല ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കേണ്ടത് ഫാഅല. ഫാഅല വസ്നുകളിൽ പൊതുവെ ഖതല എന്നാണ്, ഖതല കൊന്നു കൊലപ്പെടുത്തി, ഖാതല എന്നാണ് പരസ്പരം യുദ്ധം ചെയ്യുന്നതിനും പരസ്പരം പോരടിക്കുന്നതിനാണ് പറയാം. പരസ്പരം ചെയ്യുന്നതിനാണ് ഈ ഫിഅൽ പൊതുവെ ഉപയോഗിക്കുക. അതേ ഫിഅലാണ് ഇത് യുആദി, പരസ്പരം ശത്രുത വെക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണ്. യുആദി ബഅദുക്കും ബഅദൻ, യുആദി ബഅദുക്കും ബഅദൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരോട് ശത്രുതയുള്ള അവസ്ഥയിൽ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായ വിധത്തിൽ നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോവുക. ആരോടാണ് ഈ പറയുന്നത്? ഐ ആദം ഹവ്വ ശൈത്താൻ, ആദമിനോടും ഹവ്വാനോടും ശൈത്താനോടുമാണ് ഈ കൽപ്പന. ചില ആളുകൾ നാലാമതൊരാളെ കൂടി അധികരിപ്പിച്ചിട്ടുണ്ട്, അത് സർപ്പമാണ്. പാമ്പിനെ കൂടി ചില ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില തഫ്സീർ കിതാബുകളിൽ കാണാം. യഥാർത്ഥത്തിൽ ഇസ്രായേലിയാത്തുകളിൽ നിന്ന് വന്നതാണ്, വേദക്കാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്നതാണ്. പിശാച് ആദമിനെ പാമ്പിന്റെ രൂപത്തിലാണ് ആദമിനെ ഹവ്വയെ വഞ്ചിച്ചത് എന്ന് ചില കിതാബുകൾ കാണാം. അത് തെളിവ് ഖുർആൻ ഹദീസിലും വന്നിട്ടില്ല. ഖുർആൻ ഹദീസിലുള്ളത് ഈ പറഞ്ഞ കാര്യം മാത്രമാണ്. പിശാച് അല്ലെങ്കിൽ ആദം, ഹവ്വ, അതുപോലെ ശൈത്താൻ. ഖുർആനിൽ 3 രൂപത്തിൽ ഇത് വന്നിട്ടുണ്ട്. ഈ ഇഹ്ബത്തു എന്ന വാക്ക് ജംഇന്റെ സീഗയിൽ വന്നിട്ടുണ്ട്, തസ്നിയയുടെ സീഗയിലും വന്നിട്ടുണ്ട്, ഇഫ്രാദിന്റെ സീഗയിലും വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവാ? ഇവിടെ ഇപ്പൊ ഏത് സീഗയിലുള്ളത്? ഇവിടെ ജംആൻ അല്ലേ? ഖുൽനാ ഇഹ്ബിതു. സൂറത്ത് ത്വാഹയിലുള്ളത് പിന്നെ രണ്ടു പേരോട് പറയുന്ന വിധത്തിലാണ്. ഇങ്ങനെ ഖാല ഇഹ്ബിതാ മിൻഹാ ജമീഅൻ ബഅദുക്കും ലിബഅദിൻ അദു, സൂറത്ത് ത്വാഹയിലെ 123-ാമത്തെ ആയത്തിൽ. അവിടെ തസ്നിയത്തിന്റെ രൂപത്തിലാണ്. അവിടെ ആരാ ഉദ്ദേശം? നിങ്ങൾ രണ്ടുപേരും പുറത്തു വന്നാൽ ആരോടാ? മുസ്ലിം ചിലർ പറഞ്ഞു ആദമും ഹവ്വാവുമാണ്, ചിലർ പറഞ്ഞു ആദമും ശൈത്താനുമാണ്. ഹവ്വാ ആദമിന്റെ തുടർച്ചയാണ്. അപ്പോൾ ആദമിനോടും ശൈത്താനോടുമാണ് കൽപ്പന. ഹവ്വാ ആദമിന്റെ പിറകിലാണ്. ഇവിടെ നേരത്തെ ആയത്തിൽ വന്ന പോലെ ഉസ്കുൻ അൻത വസൗജുക്, ആദമിനോടാണ് പറഞ്ഞത് നീ സ്വർഗത്തിൽ താമസിക്കൂ എന്ന്. ആദമിനെ പിന്തുടരുന്നവരാണ് ഹവ്വ. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖാല ഫഹ്ബിത് മിൻഹ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹ. ആരോടാണ്? അത് പിശാചിനോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനോട് പറഞ്ഞു ഖാല ഫഹ്ബിത് മിൻഹ, നീ പുറത്തിറങ്ങുക, അവിടെ നിന്ന് പുറത്തേക്ക് പോവുക. ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹ, നിനക്കിവിടെ അഹങ്കാരം നടിക്കാനുള്ള അവസരമില്ല. അത് പിശാചിനോട്, ശൈത്താനോടാണ്. അപ്പൊ 3 വന്നിട്ടുണ്ട്. ജംഇന്റെ സീഗണ്ട്, തസ്നിയണ്ട്, ഇഫ്രാദുണ്ട്. 3ഉം ഈ ഫഹ്ബിത് എന്ന വാക്കിൽ ഖുർആനിൽ പലയിടത്തായി വന്നിട്ടുണ്ട്. വലക്കും ഫിൽ അർദി ഇസ്തിഖറാറുൻ വ ഇഖാമ, നിങ്ങൾക്ക് ഭൂമിയിൽ എന്തുണ്ട്? ഇസ്തിഖറാർ വാസസ്ഥലമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തഖറ എന്ന വാക്കിന്റെ അർത്ഥം ഒരാൾ ഒരു സ്ഥലത്ത് ഒരു പിന്നെ സമാധാനത്തോടു കൂടി ഇരിക്കുന്നതിനും ഒരു ഉറപ്പോടുകൂടി സ്ഥൈര്യത്തോടു കൂടി ഇരിക്കുന്നതിനും ഒക്കെയാണ് ഇസ്തഖറ എന്ന് പറയുക. നമുക്ക് ഭൂമിയിൽ എന്തുണ്ട്? ഇസ്തിഖറാറുണ്ട്. വ ഇഖാമത്തുൻ, നിങ്ങൾക്ക് ഇവിടെ താമസമുണ്ട്. ഇഖാമന്റെ പേര് അർത്ഥം മനസ്സിലായില്ല. ഇഖാമ എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കാൻ, ഇഖാമുണ്ട്, താമസിക്കാൻ അവസരമുണ്ട് എന്നാണ് ആ വാക്ക് വന്നത്, ഇഖാമ. വൻതിഫാഉൻ ബിമാ ഫീഹ, ഭൂമിയിലുള്ള കാര്യങ്ങൾ ഇന്തിഫാ, നിങ്ങൾക്ക് പ്രയോജനം എടുക്കാനുള്ള അവസരവുമുണ്ട്, ഭൂമിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ, ഭൂമിയിൽ നിങ്ങൾക്ക് താമസവുമുണ്ട്, അതുപോലെ തന്നെ വിഭവങ്ങളുമുണ്ട്. ഇലാ വഖ്തി ഇന്തിഹാഇ ആജാലിക്കും, ഏത് കാലം വരെ?
നിങ്ങളുടെ അവധി അവസാനിക്കുന്നത് വരെ. അജൽ അജൽ എന്നതിന്റെ ബാക്കിയാണ്. അജൽ എന്ന് പറഞ്ഞാൽ അവധി. അജാൽ അവധികൾ. ഇന്തിഹ അവസാനിക്കുക. വഖ്ത് സമയം. നിങ്ങളുടെ അവധിയുടെ സമയം അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും? താമസവുമുണ്ട്, വിഭവങ്ങളുമുണ്ട്. ഇതാണ് ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഫഅസല്ലഹുമ ശൈത്താനു അൻഹ, പിശാച് അവരെ അബദ്ധത്തിൽ വീഴ്ത്തി. ഞാൻ നേരത്തെ പറഞ്ഞു പല തഫ്സീറുകൾ വന്നിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഫഅസല്ലഹുമ, പിശാച് അവരെ സല്ലത്തിൽ വീഴ്ത്തി, അബദ്ധത്തിൽ വീഴ്ത്തി. രണ്ടാമത്തെ ഖിറാഅത്ത് എങ്ങനെ? ഫഅസാലഹുമ. അസാല എന്ന് പറഞ്ഞാൽ നീക്കിനാണ്, അകറ്റിനാണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അസല്ല സ്വർഗത്തിൽ നിന്ന് അകറ്റി. ഫഅസാലഹുമ, അവിടുന്ന് നീക്കിക്കളഞ്ഞു, അവിടുത്തെ താമസം ഇല്ലാതെ ആക്കി കളഞ്ഞു. അസാല എന്ന് പറഞ്ഞാൽ നീക്കി. അസല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയും തോന്നുന്നു. അസാല മറ്റേ പറയും തോന്നുന്നു. ഒരു കാര്യം ഈ വൃത്തിയോടോ എന്തെങ്കിലുമൊക്കെ നീക്കി, വസ്തു നീക്കി കഴിഞ്ഞാൽ വരെ പറയാം അസാല. അസല്ല എന്നതിന് ഒരർത്ഥമുണ്ട്, അസാലക്ക് ഒരർത്ഥമുണ്ട്. ഖുർആൻ ഖിറാഅത്തുകളുടെ ഉപകാരം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരേ ആയത്തിൽ നിന്ന് രണ്ട് അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അസല്ല എന്ന് പറഞ്ഞാൽ അവർ അബദ്ധത്തിൽ വീഴ്ത്തിനാണ്. അസാല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കിനാണ്. അതല്ലാത്ത ചില തഫ്സീറുകൾ പറയപ്പെട്ടിട്ടുണ്ട്. ശരി, ഫഅസല്ലഹുമ ശൈത്താൻ. എങ്ങനെയാണ് പിശാച് അവരെ വീഴ്ത്തിയത്, അബദ്ധത്തിൽ വീഴ്ത്തിയത് എങ്ങനെയാണ്? ചിലർ പറഞ്ഞു പിശാച് സ്വർഗത്തിന് പുറത്തു നിന്നുകൊണ്ട് ഇങ്ങനെ ആക്കി, എങ്ങനെ ആക്കി. പിന്നെ പലരും പല രൂപത്തിൽ അത് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഖുർആനിൽ നിന്ന് നേർക്കുനേരെ മനസ്സിലാവുന്ന ഒരു കാര്യം, പിശാച് അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്നതാണ്. അവരോട് പിശാച് സംസാരിച്ചിട്ടുണ്ട്. സ്വർഗത്തിന് പുറത്താണോ ഉള്ളിലാണോ അല്ലാഹു അഅലം. പക്ഷേ ശൈത്താൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്നത് ഖുർആൻ തന്നെ മനസ്സിലാവുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ വഖാസമഹുമ, പിശാച് അവരോട് സത്യം ചെയ്തു പറഞ്ഞു, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങൾക്ക് നസീഹത്തുള്ള ആളാണ്. അത് പറയണമെങ്കിൽ സംസാരിച്ചിട്ടുണ്ട്. പിശാച് അവരോട് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ചില ആയത്തുകൾ വന്നതുപോലെ അല്ലെ, അള്ളാഹു നിങ്ങളെ ഈ വൃക്ഷത്തിൽ നിന്ന് തടയുന്നത് എന്ത് കാരണം കൊണ്ടാണ്? നിങ്ങൾ മലക്കായി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാശ്വതവാസം ലഭിക്കുമെന്നതുകൊണ്ടാണ്. പിശാച് അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. ഇവിടെ അള്ളാഹു പറഞ്ഞു നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ശത്രുക്കളാണ്. പിശാചും മനുഷ്യരും തമ്മിൽ ശത്രുതയുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം, സംശയമില്ലാത്ത കാര്യം. മാത്രമല്ല നമ്മുടെ അടിസ്ഥാനപരമായ മനുഷ്യന്റെ ശത്രുത ഉണ്ടാകേണ്ടത് ശൈത്താനോടാണ്. മറ്റുള്ളവരോടൊക്കെയുള്ള ശത്രുത ഇവനെ പിന്തുടർന്നു കൊണ്ടുവരുന്നതാണ്, ഇവനെ അനുസരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. വേറെ ആരോടെങ്കിലും നമുക്ക് ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുത എങ്ങനെയാണ്? ഇവനെ അനുസരിച്ചതുകൊണ്ടാണ്. യഥാർത്ഥ ശത്രു ആരാണ്? ശൈത്താനാണ്, പിശാചാണ്. ഫത്തഖിദൂഹു അദുവ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ സ്വീകരിക്കണം. ശത്രുവിന്റെ പ്രത്യേകത എന്താ? ശത്രു ആണെങ്കിൽ അവൻ നമ്മെ അപകടത്തിൽ വീഴ്ത്തുന്നതിനെ കുറിച്ച് നമുക്ക് പേടിയുണ്ടായിരിക്കണം. നിന്റെ ശത്രുവായ ഒരാൾ നിന്നോടൊരു കാര്യം പറയുമ്പോൾ നിനക്കറിയാം ഇവൻ എന്തായാലും എൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. നിന്നെ ഒരു തിന്മയിലേക്ക് എൻ്റെ മനസ്സ് മന്ത്രിക്കുമ്പോൾ, തിന്മയിലേക്ക് നിന്നെ നയിക്കുമ്പോൾ നീ മനസ്സിലാക്കിയത് എന്നെ അപകടത്തിലാക്കാനുള്ളതാണ്. ഇതെന്നെ വലിയ നിരാശയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ്, എൻ്റെ പ്രയാസത്തിൽ ഇവൻ സന്തോഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ പിശാചിനെ നീ ശത്രുവായി സ്വീകരിക്കുക എന്നത് ഖുർആനിൽ എത്രയോ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്തു അൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ كَانَ مِنَ الْجِنِّ فَفَسَقَ عَنْ أَمْرِ رَبِّهِ فَتَتَّخِذُونَهُ وَذُرِّيَّتَهُ أَوْلِيَاءَ مِنْ دُونِي وَهُمْ لَكُمْ عَدُوٌّ بِئْسَ لِلظَّالِمِينَ بَدَلًا. ആയത്ത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹം തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു പറയാണ്, ഞാൻ മലക്കുകളോട് നിങ്ങളുടെ പിതാവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, അവൻ സുജൂദ് ചെയ്തില്ല, ശൈത്താൻ. ഞാൻ അതിന്റെ പേരിൽ അവനെന്താക്കി? അവനെ ഞാൻ ശത്രുവാക്കി.
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു ഔലിയാഅ മിൻ ദൂനി. ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാണാം, യാ ബനീഹി, ആദമിന്റെ സന്തതികളെ, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. അഫതത്തഖിദൂനഹു, നിങ്ങൾ അവനെ സ്വീകരിക്കുകയാണ്, വദുർരിയ്യതഹു, അവന്റെ സന്താനങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയാണ്, ഔലിയാഅ മിൻ ദൂനി, എനിക്ക് പുറമെയുള്ള കൂട്ടാളികളായി നിങ്ങൾ അവനെ അവരുടെ മക്കളെയാണ് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ പിതാവിന് സുജൂദ് ചെയ്യാത്തിട്ട് പിന്നെ ഞാൻ അവനെ ശത്രുവാക്കിയത്. എന്നിട്ട് നിങ്ങൾ പോയിട്ട് അവനെ വലിയാക്കുകയാണെങ്കിൽ എത്ര വലിയ അതിക്രമമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. വഹും ഫതത്തഖിദൂനഹു ദുർരിയ്യത ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദു, അവരാകട്ടെ നിങ്ങൾക്ക് ശത്രുക്കളാണ്, നിങ്ങളവർ സ്നേഹിക്കുന്നില്ല. ബിഅസ ലിദ്ദാലിമീന ബദല, അതിക്രമികൾക്ക് പകരം ലഭിക്കുന്നത് എത്ര മോശമായ കാര്യമാണ്. അള്ളാഹുവിനെ വലിയാക്കേണ്ടതിന് പകരം പിശാചിനെ വലിയാക്കുന്നവരുടെ ഒരു പകരം സ്വീകരിച്ചിരിക്കുന്ന ആരെയാണ്? ശൈത്താനെയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ സൂറത്തു ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദു ഫത്തഖിദൂഹു അദുവ, പിശാച് നിങ്ങൾക്ക് അദുവാൻ, ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കുക. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ആളുകളായി നിങ്ങൾ മാറാൻ വേണ്ടിയാണ് അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് തിന്മകളിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്. ഒരു ആപ്പിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഇവനാണ്. അവൻ നിങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്ന ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം പറഞ്ഞേക്കണം, ശൈത്താൻ മനുഷ്യനെ വഴി തെറ്റിക്കാൻ അവന് 7 വഴികളുണ്ട്. 7 വഴികൾ എണ്ണി പറഞ്ഞു. ഒന്നാമത്തെ വഴി ഷിർക്കിലോ കുഫറിലോ അകപ്പെടുത്താന്നുള്ളതാണ്. ഷിർക്കിലോ കുഫറിലോ ഒരാളെ വീഴ്ത്തി കഴിഞ്ഞാൽ ഇബ്നു ഖയ്യിമിന്റെ വാക്ക് അദ്ദേഹം പറഞ്ഞു, അതോടുകൂടി അവന്റെ ശത്രുതയുടെ കനൽ കെട്ടടങ്ങുന്നതാണ്. ആ തീ അതോടുകൂടി കെടും. കാരണം അവന് വേണ്ടത് കിട്ടി, ഇനി അവനെ ഇതിൽ തന്നെ മരിപ്പിച്ചാൽ മാത്രം മതി. ഒരു തന്നെ ഷിർക്കിലോ കുഫറിലോ കിട്ടിക്കഴിഞ്ഞാൽ ഖലാസ്, അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന്റെ ദേഷ്യം, അവന്റെ കോപത്തിന്റെ തീ കെട്ടടങ്ങി. അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ വഴി അദ്ദേഹം പറഞ്ഞു ബിദഅത്തിൽ വീഴ്ത്താൻ ശ്രമിക്കലാണ്. അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വൻപാപങ്ങളിൽ വീഴ്ത്താൻ ശ്രമിക്കലാണ്. അതല്ലെങ്കിൽ ചെറുപാപങ്ങളിൽ തുടർത്താൻ ശ്രമിക്കലാണ്. രണ്ടും ഒരേ പദവിയിലാണ്. ഒന്നല്ലെങ്കിൽ ഒരു വൻപാപം ചെയ്യിക്കുക, അല്ലെങ്കിൽ കുറെ ചെറുപാപങ്ങൾ ചെയ്യിപ്പിക്കുക. ഇത് രണ്ടും വൻപാപം തന്നെയാണ്. ഇത്രയായി 3ആയി. 4, അതിൽ വീഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ചെറുപാപങ്ങളിലേക്ക് വീഴ്ത്തലാണ്, ചെറിയ തിന്മകളിലേക്ക് വീഴ്ത്തലാണ്. അതിലും അവനെ വീഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവനെ നന്മകളിൽ നിന്ന് പിറകോട്ട് വലിക്കലാണ്. നന്മ ചെയ്യാതെ വെറുതെ ഇരുത്തുക. തിന്മ ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ നന്മ ചെയ്യണ്ട, വെറുതെ ഇരിക്കുക. അവന് ഖൈർ ഒരിക്കലും അധികരിക്കില്ല. അതിലും അവന് വീഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവൻ നന്മ ചെയ്യുകയാണെങ്കിൽ, 6ാമത്തെ വഴി നന്മ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവനെ കൂടുതൽ പ്രയോജനമുള്ള നന്മയിൽ നിന്ന് അതിനേക്കാൾ താഴെയുള്ള നന്മയിലേക്ക് കൊണ്ടുപോവുക. കൊണ്ട് കൂടുതൽ ഫലം ഉണ്ടായിരുന്ന ഒരു നന്മ ചെയ്യുന്നതിന് പകരം വേറെ നന്മയിൽ അവന് കെട്ടിടും. ഇവൻ വിചാരിക്കും ഞാൻ നന്മയല്ലേ ചെയ്യുന്നതാണ്, പക്ഷെ ഇവൻ ഇതിനേക്കാൾ നല്ല നന്മ ചെയ്യാൻ അവസരം പുറത്തുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇവനെ പിന്തിരിക്കും. 6ാമത്തെ വഴി. 7ാമത്തെ വഴി പറഞ്ഞേക്കാണ്, ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നബിമാർക്കെതിരെയും മറ്റുമൊക്കെ അവൻ ചെയ്തതുപോലെ അവന്റെ ഉപദ്രവം അഴിച്ചുവിടുക. അവനും അവന്റെ നുവാബുകളും, അവന്റെ പണിയെടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടാവും, ഇവരെ കൊണ്ട് ഉപദ്രവം അഴിച്ചുവിടുക, ചീത്ത പറയിപ്പിക്കുക, മർദ്ദനം ഏറ്റുവാങ്ങുക, നാട്ടുകാരെ ശത്രുവാക്കുക, ആൾക്കാരെ കൊണ്ട് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെയ്തതുപോലെ അവിടുത്തെ നിസ്കാരത്തിൽ അവസാനം എന്ത് ചെയ്ത് തീക്കൊള്ളി കൊണ്ട് വരികയാണ് ചെയ്തത്. നിസ്കാരത്തിൽ നിന്ന് അവിടുത്തെ തെറ്റിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെയ്തതുപോലെ. അപ്പൊ ഒന്നിലും കിട്ടിയില്ലേ പിന്നെ അവസാനത്തേത് പിന്നെ അവന്റെ ദേഷ്യം കടക്കുമ്പോൾ അവന് ചെയ്യാനുള്ള ഇതാണ് ഉപദ്രവിക്കുക എന്നുള്ളതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനെ സംരക്ഷിക്കില്ല, സംശയമല്ല, അത് വേറെ വിഷയം. ശൈത്താൻ ശത്രുവാണ്, മനുഷ്യന്റെ ശത്രുവാണ്, അതിൽ സംശയമല്ല. പക്ഷെ അള്ളാഹുവോട് പറഞ്ഞത് ബഅ്ദുക്കും ലിബഅ്ദിൻ അദു, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ശത്രുക്കളാണ്. അതോടെ ആദമും ഹവ്വാവും ഉണ്ട്, ശൈത്താനുമുണ്ട്. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് തിന്മയിലേക്ക്
അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് അവനെ പിറകോട്ട് വലിക്കാൻ ഭാര്യയോ മക്കളോ കാരണമാകുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ അവരിലും ശത്രുക്കളുണ്ട്. അത് പിശാചിനോടുള്ള ശത്രുത പോലെയല്ല എന്ന് മാത്രം. സൂറത്തു തഗാബുനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. തഗാബുനിലെ 14-ാമത്തെ ആയത്താണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ കരുതിയിരിക്കുക. എപ്പോഴാണ് ഇവർ ശത്രുക്കളാവുന്നത്? അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് അവർ നിന്നെ തടയുമ്പോഴാണ്. ഭാര്യയോ മക്കളോ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനെ ഏറ്റവും മുന്നിൽ വെക്കുന്നതിൽ നിന്നും നിനക്ക് തടസ്സമായി തീർന്നാൽ അവർ ശത്രുക്കളാണ്. അത് ഫിത്നയാണ്, പരീക്ഷണമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സന്താനങ്ങളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞത്, മക്കൾ എന്താണ്? മബ്ഖലത്തുൻ മജ്ബനത്തുൻ, മക്കൾ സന്താനങ്ങൾ പിശുക്കുണ്ടാക്കുന്നതാണ്. അതുപോലെ ഭീരുത്വം ഉണ്ടാക്കുന്നതാണ്, ധൈര്യമില്ലാതെയാക്കി കളയും. ഒരു മക്കളിലാവുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചിലപ്പോൾ ദാനം ചെയ്യാൻ ധൈര്യം ഉണ്ടാവും. അതുപോലെ തന്നെ സദഖ ചെയ്യാൻ ധൈര്യം ഉണ്ടായിരിക്കും. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ വരെ ചിലപ്പോൾ അവന് എപ്പോഴും റെഡി ആയിരിക്കും. പക്ഷെ മക്കൾ വന്നു കഴിഞ്ഞാലോ അവന് പേടി തുടങ്ങി, ഇവരാര് നോക്കും എന്നുള്ള പേടിയിലേക്ക് നോക്കും. മക്കൾ ചിലപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലപ്പോൾ മനുഷ്യനെ പേടിപ്പെടുത്തും, മുന്നിലേക്ക് ഇറങ്ങുന്നില്ലെന്ന്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കയ്യിലാണ് മക്കളുള്ളത്. നീ എല്ലാ കാലം അവിടെ ജീവിക്കൂല, എല്ലാ കാലം നിന്റെ മക്കളെ നോക്കാൻ നീ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഭാര്യമാരാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പലയിടത്തും ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കളും കുടുംബവും ഇതൊക്കെ എന്താണ്? ഒരർത്ഥത്തിൽ പരീക്ഷണമാണ്. സന്താനം, സമ്പത്തുകൾ ഒക്കെ നമുക്ക് എന്താണ്? പരീക്ഷണമുണ്ട് അതിലൊക്കെ. കാരണം മനുഷ്യന്റെ ലക്ഷ്യം അവന്റെ റബ്ബിനുമായിട്ടുള്ള ബന്ധം ഏറ്റവും നന്നാക്കുക എന്നുള്ളതാണ്. വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. ഇലാ ഹീൻ, ഒരു അവധി വരെ നിങ്ങൾക്ക് ഇവിടെ മുസ്തഖർ, വാസസ്ഥലമുണ്ട് എന്നാണ്. ഏതാണ് ഈ അവധി? 2 അവധികളാണ്. ഒന്ന് മരണത്തിന്റെ അവധിയാണ്. മരിക്കുന്നവരെ നിനക്കിവിടെ വാസസ്ഥലമുണ്ട്. കഴിഞ്ഞോ? ഇല്ല. വെച്ച് കഴിഞ്ഞാൽ ഖബറിൽ അന്ത്യനാൾ വരെ ഇവിടെ തന്നെയാണ്, പുറത്തേക്ക് പോകുന്നില്ല. ഇപ്പൊ 2 വാസസ്ഥലങ്ങളുണ്ട്. ഒന്ന് ഖബറാണ്, മറ്റൊന്ന് ഭൂമിക്ക് പുറത്തുള്ള ജീവിതമാണ്. രണ്ടും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാസസ്ഥലമാണ്. ഇത്രയുമാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയാനുള്ളത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞ ഒരു പാഠം, അദ്ദേഹം പറഞ്ഞു, ഭൂമിയാണ് മനുഷ്യരുടെ വാസസ്ഥലം. ഇവിടെയാണ് ഇവിടെയാണ് വസിക്കുക. അദ്ദേഹം പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ കുഫാറുകളിൽ ചിലർ ഭൂമിക്ക് പുറത്ത് മനുഷ്യർക്ക് താമസിക്കാനുള്ള വഴികൾ തേടുക എന്നത് യഥാർത്ഥത്തിൽ അവരുടെ വെറുതെയുള്ള പരിശ്രമങ്ങളാണ്, അതൊക്കെ വിജയിക്കുന്നതല്ല എന്ന് അദ്ദേഹം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ഭൂമിക്ക് പുറത്തൊരിക്കലും മനുഷ്യർക്ക് വാസസ്ഥലം ഉണ്ടാവുകയില്ല. അതിവിടെ തന്നെയാണ്. ഭൂമിയിലാണ് അള്ളാഹു അവർക്ക് വാസസ്ഥലം നിശ്ചയിച്ചിട്ടുള്ളത്. പുറത്തേക്ക് അവർക്ക് വേറെ നക്ഷത്രങ്ങളിലോ മറ്റോ താമസിക്കുക എന്നത് അവർക്ക് സാധ്യമാകുന്ന കാര്യമല്ല എന്നത് അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ആയത്ത് അദ്ദേഹം തെളിവ് പിടിച്ചത്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ. ഭൂമിയെ കുറിച്ചാണ് അത് പറഞ്ഞത്. അല്ലാഹു തആല അലം. സ്വല്ലല്ലാഹു വസല്ലം ബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം.